ടേബിളിൽ വെക്കുന്ന ജെല്ലി ഫിഷ് ലാമ്പ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡെസേർട്ട് കാർട്ടിൽ ഞാൻ ഇങ്ങനൊരു ജെല്ലി ഫിഷ് ലാമ്പ് കാണുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡബ്ബ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്ഡ് ഡബ്ബയാണ്. ഏകദേശം ഈ ഒരു ഷേപ്പ് വരുന്ന ഏതെങ്കിലും ഒരു ഡബ്ബയുടെ ബേസ് എടുത്ത് അതിന് ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ട് കവർ ചെയ്യണം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു മീറ്ററിൻ്റെ ഒരു സോഫ്റ്റ് നെറ്റ് ഫാബ്രിക് ആയിരുന്നു, പിങ്ക് കളറ്. അത് തന്നെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു പാർട്ട് എടുത്ത് ഈ ഡോം ഷേപ്ഡ് സ്ട്രക്ചർ കവർ ചെയ്യാൻ പാകത്തിന് വേണ്ടി മാത്രമുള്ളത് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ അരമീറ്ററിൽ ബാക്കി ഉണ്ടായിരുന്നത് ഏകദേശം 2 ഇഞ്ച് വീതിയുള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കണം. ഈ മുറിച്ചെടുത്ത ചെറിയ പീസസ് ചെറിയ ഫ്രില്ല് പോലെ തയ്ച്ചെടുത്തിട്ട് നമ്മുടെ ഹെഡിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കൈത്തയിൽ തയ്ച്ചെടുക്കുക. എന്നിട്ടത് ആ ഹെഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശയോ അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചാലും മതിയാവും. അങ്ങനെ ബോഡി പാർട്ട് സെറ്റാക്കി ഇനി അതിൻ്റെ ടെൻഡക്കിൾസ് സെറ്റ് ചെയ്തെടുക്കണം. ഈ ജെല്ലി ഫിഷ് പോലത്തെ സാധനങ്ങളുടെ ഈ തൂങ്ങിക്കിടക്കുന്ന അപ്പൻഡേജസിന് പറയുന്ന പേരാണ് ടെൻഡക്കിൾസ്. നമ്മളിവിടെ 2 തരത്തിലുള്ള ടെൻഡക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് ടെൻഡക്കിൾസ് ഉണ്ടാക്കുന്നത് ഇതേ തുണി വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ റിബൺ ആയാലും സെയിം കളർ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മതി. അത് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സെറ്റ് ഓഫ് ടെൻഡക്കിൾസും പിന്നെ ഒരു 4 ടെൻഡക്കിൾസ് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ബീഡ്സ് ഇങ്ങനെ സാധാരണ ഒരു ത്രെഡിൽ കൊരുത്തെടുത്ത് നീളത്തിന് കെട്ടിയെടുക്കുക. പിന്നെ ബീഡ്സ് കെട്ടുന്ന സമയത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഇതുപോലെ കുരുക്കാവും. പിന്നെ നമുക്ക് ഒന്നേന്നെല്ലാം മുറിച്ചിട്ട് കെട്ടേണ്ടി വരും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയായിരുന്നു. ഇനി ഈ ടെൻഡക്കിൾസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് അതിൻ്റെ ടിപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ ടെൻഡക്കിൾസ് ആ ജെല്ലി ഫിഷിൻ്റെ ബോഡിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ ടെൻഡക്കിൾസ് 2ആയിട്ട് മടക്കി അതിൻ്റെ ഓരോ സൈഡിലായിട്ട് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. ഈ തുണിയുടെ നീളത്തിന് മുറിച്ച് വെച്ചിരിക്കുന്ന ടെൻഡക്കിൾസ് ഏകദേശം ഒരു വി ഷേപ്പിൽ മടക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ആൻഡ് ഏകദേശം എല്ലാ സൈഡും കവറായി എന്നുള്ള രീതിയിൽ ഒന്ന് ഉറപ്പ് വരുത്തുകയും കൂടെ വേണം. എല്ലായിടത്തും ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് വരും. ഇനി അതിലേക്ക് നമ്മുടെ ബീഡ്സിൻ്റെ ടെൻഡക്കിൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ബീഡ്സിൻ്റെ ടെൻഡക്കിൾസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കുരുങ്ങരുത്. അതുകൊണ്ട് നമ്മുടെ തുണിയുടെ ടെൻഡക്കിൾസ് ഒട്ടിച്ചതിന് ശേഷം മാത്രം ബീഡ്സിൻ്റെ ടെൻഡക്കിൾസ് ഒട്ടിക്കാൻ നോക്കുക. അത് ഒട്ടിക്കുന്ന സമയത്ത് തമ്മിൽ കുരുങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം ഫൈനൽ ഔട്ട്ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. ഇനി ഇതിൽ ലൈറ്റ് ഫിക്സ് ചെയ്യാം. നമുക്ക് 2 ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്, സ്ട്രിംഗ് ലൈറ്റ്. ആദ്യം ബോഡിക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബോഡിക്ക് അകത്ത് വേണ്ടി മാത്രമായിട്ടൊരു സ്ട്രിംഗ് ലൈറ്റ്, പിന്നീട് ഒരു സ്ട്രിംഗ് ലൈറ്റിൻ്റെ ബാറ്ററി വരുന്ന പോർഷൻ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് ആ ടെൻഡക്കിൾസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും ആയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ താഴേക്ക് ഇട്ടേക്കുന്ന ലൈറ്റ് നമ്മുടെ ബീഡിൻ്റെ ടെൻഡക്കിൾസുമായിട്ട് കുരുങ്ങാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജെല്ലി ഫിഷ് ലൈറ്റ് ഇത് എങ്ങനെ ഇരിക്കും. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വൈബും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ സാധനവും കൂടെ വാങ്ങിയാൽ പോലും 200 രൂപയിൽ താഴെ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കൂ.